മുമ്പ് എപ്പോഴെങ്കിലും വന്ന് അള്ളാന്റെ ഭരണം അള്ള നടപ്പിലാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടോ? അള്ള ഇറങ്ങി വന്ന് ഭരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടോ? ഇനി ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കയ്യിൽ കിട്ടിയ അള്ള ഇവിടെ വന്ന് അള്ളാന്റെ ഭരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമോ? അള്ളാഹ്ക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണോ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിയോഗിച്ചിട്ടുള്ളത്? അള്ള ഒരിക്കലും വന്ന് ഭരിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഭരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ അള്ളാഹുവിന്റെ ഭരണം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു ഭരണം സ്ഥാപിതമായാലുള്ള ഗുരുതരമായ ആപത്തുകൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു ഭരണം സ്ഥാപിതമായി കഴിഞ്ഞാൽ ഭരിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരായിരിക്കും. അപ്പോഴാണല്ലോ അള്ളാന്റെ ഭരണം എന്ന് അവർക്ക് അതിന് പറയാം. അപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഭരണം, ഏത് നികൃഷ്ടമായ കാര്യം കണ്ടാലും അണികൾക്ക് അതിലൊന്നും ചോദ്യം ചെയ്യപ്പെടാനുള്ള യാതൊരു